ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 57 മുതൽ 13-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങളാണ് ശ്ലീഹാകാലം 6-ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ വിചിന്തനം ചെയ്യുക. 2 കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുക. ഒന്നാമതായി അനുരഞ്ജനത്തിൻ്റെ ആവശ്യകത, രണ്ടാമതായി പശ്ചാത്താപത്തിൻ്റെ അനിവാര്യത. സഹോദരങ്ങൾ തമ്മിൽ അനുരഞ്ജനപ്പെടണമെന്നാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. ന്യായാധിപൻ്റെ വീട്ടുപടിക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ സഹോദരങ്ങൾ തമ്മിൽ അനുരഞ്ജനപ്പെടണം. അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കുമെന്ന് ഈ സുവിശേഷ ഭാഗം നമുക്കൊരു ഓർമ്മക്കുറിപ്പ് നൽകുകയാണ്. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം എന്നുള്ള ജനത്തിൻ്റെ മറുപടിയോട് കൂടിയാണല്ലോ സീറോ മലബാർ കുർബാനയുടെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. അതായത് ദൈവവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും അനുരഞ്ജിതമായ ഹൃദയത്തോടു കൂടി ബലിയർപ്പിക്കണം എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. രണ്ടാമതായിട്ട് പശ്ചാത്താപത്തിൻ്റെ അനിവാര്യതയിലേക്കാണ് ഈ സുവിശേഷ ഭാഗം വിരൽ ചൂണ്ടുക. ഇതിന് ഉപോദ്ബലകമായി 2 സംഭവങ്ങളാണ് സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. യൂദായുടെ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് ജെറുസലേമിലൂടെ ഒരു ജലസേചന പദ്ധതി ആരംഭിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇതിനുള്ള തുക ജെറുസലേം ദേവാലയത്തിൽ നിന്നും വകയിരുത്തുവാനാണ് പീലാത്തോസ് തീരുമാനിക്കുന്നത്. ഈ തീരുമാനത്തെ ഗലീലിയാക്കാർ നഖശിഖാന്തം എതിർക്കുകയാണ്. ഇതിൽ കുപിതനായ പീലാത്തോസ് ഗലീലിയാക്കാർ ബലിയർപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പടയാളികളെ അയച്ച് അവരുടെ ബലികളിൽ അവരുടെ തന്നെ രക്തം കലർത്തുകയാണ് ചെയ്യുക. രണ്ടാമതായിട്ട് ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണതിനെക്കുറിച്ചാണ് സുവിശേഷ ഭാഗം പരാമർശിക്കുക. ജെറുസലേം നഗരത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നിർമ്മിച്ച ഈ ഗോപുരമാണ് പീലാത്തോസ് ആവിഷ്കരിച്ച ജലസേചന പദ്ധതിയുടെ നിർമ്മിതി വേളയിൽ തകർന്നു വീണ് 18 പേർ മരിച്ചത്. കാരണം ഈ ഗോപുരത്തിൻ്റെ നിർമ്മിതിക്കായി ജോലി ചെയ്തവർക്ക് വേതനമായി ലഭിച്ചത് ജെറുസലേം ദേവാലയത്തിൽ നിന്നും വകയിരുത്തിയ തുകയായിരുന്നു. തന്മൂലമാണ് അവർക്ക് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചത്. സ്നേഹമുള്ളവരെ, അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആവശ്യകതയിലേക്കാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ കൊണ്ടെത്തിക്കുക. അനുതാപം എന്നുള്ള വാക്കിന് മെത്തനോയിയ എന്ന ഗ്രീക്ക് വാക്കും തിയാബൂസ എന്ന സുറിയാനി വാക്കുമാണ് ഉപയോഗിക്കുക. ഇതിൻ്റെയെല്ലാം അർത്ഥം മനസ്സിൻ്റെ അന്തരമെന്നതാണ്. ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാനാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു മടക്കയാത്ര. ഇപ്രകാരം അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തിന്മയുടെ പാതകളെ ഉപേക്ഷിക്കുവാനും നന്മയുടെ പാതയെ പുൽകുവാനും അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശ്ലീഹാകാലത്തിൽ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ശക്തി നല്ലവനായ മിശിഹ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.